കണ്ണൂരിലെ പെരിങ്ങത്തൂരിലേക്കാണ് പോകുന്നത്. അവിടെ ശക്തമായ മഴയെ തുടർന്ന് വീടിന് സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിന്റെ മുൻവശത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഞെട്ടിപ്പുറത്ത് നൌഷാദിന്റെ വീടിനാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സി കെ വിജയൻ വിവരങ്ങളുമായിട്ട്. സി കെ, മേഖലയിൽ അത്ര ശക്തമായ മഴയായിരുന്നോ? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? എന്താണ് വിവരം? ദിവിഷ, കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ണൂരുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായ മഴയില്ല. പക്ഷേ മഴ പെയ്യുന്നു, ഭൂമിയിലേക്ക് നന്നായി വെള്ളം ആഴ്ന്നിറങ്ങുന്നു, പിന്നീട് കുറേ നേരത്തേക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, പിന്നെയും മഴ പെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള മഴയും അന്തരീക്ഷവുമാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഉള്ളത്. ഒരു പക്ഷേ ഇങ്ങനെ ക്രമാതീതമായി വെള്ളം ഈ മണ്ണ് കുടിച്ചതാകാം ഇത്തരത്തിൽ മതിൽ പൊട്ടി വീഴാനുണ്ടായ സാഹചര്യം എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മതിലുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീടിൻ്റെ വരാന്തയിലോ മറ്റോ കുട്ടികളോ അല്ലെങ്കിൽ മുറ്റത്തോ കളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. കാരണം ഒരു മൺഭിത്തി ഇടിഞ്ഞ് വന്ന് അത് വീടിൻ്റെ ചുമരിലിടിച്ച് ആ ചുമർ തകർന്നു പോയ ഒരു അവസ്ഥ നോക്കൂ, കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. ഈ സമയത്ത് ഈ ഡൈനിങ് ഹാളിൻ്റെ മുന്നിലെ ചുമരാണ് തകർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഡൈനിങ് ഹാളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നും അവർ ഈ ശബ്ദം കേട്ട് ഓടി മാറുകയായിരുന്നു എന്നുമാണ് നൌഷാദ് പറയുന്നത്. അപ്പോൾ ഈ ചുമരിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിനോട് ചേർന്നുണ്ടാകുന്ന മതിലുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുകൂടി ഈ സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടമാണ് നൌഷാദിന് ഉണ്ടായിട്ടുള്ളത്. അത്ര ശക്തമായ മഴയില്ലെങ്കിൽ കൂടിയും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മഴ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുമുണ്ട് എന്നും നമുക്ക് മനസ്സിലാകുന്നു. രാവിലെ നമ്മൾ ചെറുപുഴയിലെ മരം കടപുഴകി വീണതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ശരി.